നെയ്യാറ്റിൻകര പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് കണ്ട് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഗ്രീഷ്മ നടത്തിയത് വിശ്വാസവഞ്ചനയെന്ന് 586 പേജുള്ള വിധി പ്രസ്താവനയിൽ കോടതി പറഞ്ഞു. പ്രതിയുടെ പ്രായം കണക്കിലെടുക്കേണ്ട കാര്യമില്ല, വധശ്രമമുണ്ടായി എന്ന് തെളിഞ്ഞു. അന്വേഷണം കേരള പോലീസ് സമർത്ഥമായി നടത്തിയെന്നും പോലീസിനെ അഭിനന്ദിക്കുന്നതായും കോടതി വ്യക്തമാക്കി. ഗ്രീഷ്മയുടെ മാതാവ് സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരുന്നു. 1ഉം 3ഉം പ്രതികളായിരുന്നു ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും. നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. പാറശാല മുരിയങ്കര JP ഹൗസിൽ ഷാരോൺ രാജിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പാറശാല തേവിയോട് പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങൾ തെളിഞ്ഞുവെന്ന് ജഡ്ജി വ്യക്തമാക്കിയിരുന്നു. സൈനികനുമായി നിശ്ചയിച്ച വിവാഹത്തിന് തടസ്സമാകുമെന്ന് കണ്ടാണ് ഷാരോണിനെ വധിക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത്. കളനാശിനി ഗ്രീഷ്മയ്ക്ക് വാങ്ങി നൽകിയത് നിർമ്മലകുമാരൻ നായരാണ്. ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ഗ്രീഷ്മ. നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ BSc റേഡിയോളജി വിദ്യാർത്ഥിയായിരുന്നു ഷാരോൺ രാജ്. 2022 ഒക്ടോബർ 25-നായിരുന്നു ഷാരോണിന്റെ മരണം. കഴിഞ്ഞ ഒക്ടോബർ 15-ന് തുടങ്ങിയ വിചാരണ ഈ മാസം 3-ന് അവസാനിച്ചിരുന്നു. 95 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള ടുഡേ.